ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 91 സങ്കീർത്തനം 3 വാക്യവും 124 സങ്കീർത്തനം 7 വാക്യവും നമുക്ക് വായിക്കാം. കെണി എന്ന് വളരെ ലളിതവും അതേസമയം വളരെ സങ്കീർണവുമായ ഒരാശയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. കെണി, സ്നെയർ എന്ന് വേണമെങ്കിൽ പറയാം, ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കെണി വേദപുസ്തകം പറയുന്നു. 91 സങ്കീർത്തനം 3 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. വേട്ടക്കാരൻ്റെ കണി എന്നുള്ള വാക്ക്, മലയാള വാക്ക് നല്ലത് കെണി എന്നാണ്. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അടുത്ത വാക്യം 124 സങ്കീർത്തനം 7 വാക്യമാണ്. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കെണി വെച്ചതാണ്, പക്ഷേ കെണി പൊട്ടി വഴുതി പോന്നിരിക്കുന്നു. കെണിയിൽ വീണതാണ്, പക്ഷേ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ചില കെണികളിൽ വീണവരായിരിക്കും, ചില അനർത്ഥങ്ങളിൽ വീണവരായിരിക്കും, ചില വഞ്ചനകളിൽ വീണവരായിരിക്കും, ചില ചതിക്കുഴികളിൽ വീണവരായിരിക്കും. ചിലർ നിങ്ങളെ ചതിച്ച് കാണും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളെ അനർത്ഥത്തിലേക്ക് നയിച്ച് കാണും. അപകടമാണ് നിങ്ങൾ വിചാരിച്ചില്ല, അനർത്ഥം വരുമെന്ന് വിചാരിച്ചില്ല, കഷ്ടവും നഷ്ടവും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ചിലർ വെച്ച് കെണിയിൽ നിങ്ങൾ കുടുങ്ങിക്കാണും. കെണിയിൽ കുടുങ്ങിപ്പോയവർ. ഇന്ന് മനുഷ്യജീവിതം തന്നെ വാസ്തവത്തിൽ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായിട്ട് ചിന്തിച്ചത്, 1 പിശാചിൻ്റെ കെണി, 2 പാപത്തിൻ്റെ കെണി. പിശാച് കെണി വയ്ക്കുന്നു. പിശാച് നമ്മെ വീഴിക്കുവാൻ വലവിരിക്കുന്നു. വളരെ തന്ത്രപൂർവം അവൻ നമ്മെ നയിച്ച് അവൻ പാപത്തിൽ നമ്മെ ചാടിക്കുന്നു, പാപത്തിൽ നമ്മെ വീഴിക്കുന്നു. കുരുക്ക് മുറുകി കഴിഞ്ഞിട്ടേ അറിയൂ ഇത് കുരുക്കിലായിപ്പോയി എന്ന്. കുരുക്ക് വന്ന് വീഴുന്നതിന് മുൻപ് നാം അറിയില്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കുരുക്കിൽ വീഴുകയില്ലായിരുന്നു. പക്ഷേ പിശാച് കെണി വയ്ക്കുന്നു, പിശാച് നമ്മെ കുരുക്കിലാക്കുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. വേട്ടക്കാരൻ വലവിരിക്കുന്നു, കെണി വയ്ക്കുന്നു, പക്ഷി അതിൽ കുടുങ്ങി. പക്ഷേ എന്തൊരത്ഭുതം, ഭാഗ്യം, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. പക്ഷി കെണി പൊട്ടി പുറത്തു വന്നിരിക്കുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കെണികളിൽ വീണവരുണ്ട്, വീണിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ഒരാൾ എന്നെ വിളിച്ചു, അടുത്തെങ്ങൊന്നുമല്ല, പറഞ്ഞു, സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഒരു വലിയ കെണിയിലായി പോയിരുന്നു, വലിയൊരു അപകടത്തിലായി പോയിരുന്നു. ഇത്രയ്ക്ക് അപകടം വരുമെന്ന് വിചാരിച്ചില്ല, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ആദ്യമൊന്നും മാതാപിതാക്കൾ പറഞ്ഞത് ഞാൻ ഗവനിച്ചുമില്ല, മാതാപിതാക്കൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചുമില്ല. പിന്നീടാണ് മനസ്സിലായത് അബദ്ധമായിപ്പോയി എന്ന്. എന്നിട്ട് ഇപ്പോഴെന്താണ് സ്ഥിതി? സാറേ, ഇപ്പോഴ് വ്യക്തമായ തീരുമാനമെടുത്തു, ഇനി ഈ കെണിയിൽ ഞാൻ പെടുകയില്ല, ഇനി ഈ കെണിയിൽ ഞാൻ വീഴുകയില്ല. വ്യക്തമായ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, എങ്കിൽ ഇനി ഭാവിയുണ്ട്, ഇനി ഈ ഭാവിക്ക് ഐശ്വര്യമുണ്ട്. ആ തീരുമാനം പാലിക്കുമെങ്കിൽ ഇനി മുന്നോട്ട് ഗതി കിട്ടും, ഇനി ഉത്കർഷം ലഭിക്കും, ഇനി അഭിവൃദ്ധി ലഭിക്കും, ഇനി നല്ല ഭാവി ലഭിക്കും. എന്നോട് പറഞ്ഞു, സാർ പ്രാർത്ഥിക്കണം. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം. ആളെനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നമ്മിൽ പലരും കെണിയിൽ വീണവരാണ്. ചില കെണികളിൽ, ചില ദുശ്ശീലങ്ങളിൽ, ചില ദുസ്വഭാവങ്ങളിൽ, ചില ദുഷ്ടമായ സാഹചര്യങ്ങളിൽ, ചീത്ത കൂട്ടുകെട്ടുകളിൽ എല്ലാം കെണി പതിയിരിക്കുകയാണ്. അനേകം യുവജനങ്ങൾ, ഹൈസ്കൂളിലും കോളേജിലും മറ്റും പഠിക്കുന്ന അനേക യുവജനങ്ങൾ ഒറ്റയ്ക്ക് നല്ല നല്ല കുട്ടികളാണ്.
ഒറ്റയ്ക്ക് കിട്ടിയാൽ നല്ല സ്വഭാവം, നല്ല സ്നേഹം, നല്ല മാന്യമായ പെരുമാറ്റം കൊള്ളാം. പക്ഷേ കൂട്ടുകൂടുമ്പോൾ, കൂട്ടുകെട്ടിലാകുമ്പോൾ ആ കൂട്ടുകെട്ടിൽ കൂടെ അവരിലേക്ക് ചില തിന്മകൾ പകരുകയാണ് ചെയ്യുന്നത്. ചില ദുഷ്ടശീലങ്ങൾ, ദുശ്ശീലങ്ങൾ അവരിലേക്ക് സംക്രമിക്കുന്നു. അനേകർ ഈ അപകടത്തിൽ പെട്ടുപോകുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങൾ, കോളേജിൽ മറ്റും പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പലരും കൂട്ടുകെട്ടിൽ പെടാതിരുന്നാൽ നല്ല ഭാവി നേടിയെടുക്കാം. അത് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ജോലി ചെയ്യുന്നവർ ചില ഗ്രൂപ്പുകളിൽ പെട്ടുപോകുമ്പോൾ, ചില ഗ്രൂപ്പുകൾ, അതിനൊരു പ്രത്യേക രസത്തിന് വേണ്ടിയായിരിക്കാം ഗ്രൂപ്പുകൾ തുടങ്ങുന്നത്. ഗ്രൂപ്പാണെന്ന് കരുതിയുമായിരിക്കില്ല. ചിലർ ഒരുമിച്ച് കൂട്ടുകൂടുന്നു, ഒരുമിച്ച് അവരുടെ ആശയഗതികൾ ചേരുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് സഞ്ചരിക്കുന്നു. എപ്പോഴും അവരെല്ലാം ഒരുമിച്ചായിരിക്കും. പറ്റുന്നത് വലിയ അനർത്ഥങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക്, പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തതായ നഷ്ടങ്ങളിലേക്ക് അവർ പോകുന്നു, അവർ നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് അനേകരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചീത്ത കൂട്ടുകെട്ട്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കും, ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് കൂടും, ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് കൂടും. ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകരുത്. നമ്മെ തിന്മയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് പോകുന്നത്. പക്ഷെ അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് അഴുക്കായ ശീലങ്ങൾ പറ്റിപ്പിടിക്കും, ദുസ്വഭാവങ്ങൾ നമ്മിൽ പകരും. നാം അത് ആത്യന്തിക തിന്മയിലേക്കും ആത്യന്തിക നഷ്ടത്തിലേക്കും എത്തിച്ചേരുന്നതിന് കാരണമായി തീരും. മയക്കുമരുന്ന്, കഞ്ചാവ്, പാൻപരാഗ്, ഹാൻസ്, അല്ലെങ്കിൽ സിഗരറ്റ്, അല്ലെങ്കിൽ മദ്യം, ഇതെല്ലാം പലപ്പോഴും നാം തുടങ്ങുമ്പോൾ അത്ര തന്നെ വലിയ അപകടമാണെന്ന് ധരിച്ചല്ല. ഒരു ത്രില്ലിന് വേണ്ടി എന്ന് പറയില്ലേ, ഒരു ത്രിൽ, ഒരു നൈമിഷികമായ ഉത്തേജനം, അല്പനേരത്തേക്കുള്ള ഏതോ ഒരു ലഹരിയുടെ സുഖം, ഇതെല്ലാം വ്യാമോഹിപ്പിക്കുന്ന രീതിയിൽ ചിലരുടെ പ്രേരണകൾ നിങ്ങളെ വശീകരിച്ച് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും. പല പ്രേമക്കുരുക്കുകളും പ്രണയബന്ധങ്ങളും ഇതുപോലെ ചില കെണികളാണ് എന്ന് പലരും മനസ്സിലാക്കാറില്ല. ചില അപകടങ്ങളിലേക്കും ഒരുപക്ഷെ ചിലപ്പോൾ ചില അത്യാഹിതങ്ങളിലേക്കും, അതല്ല അത് ആത്മഹത്യയിലേക്കും, പക്ഷേ കൊലപാതകത്തിലേക്കുമെല്ലാം നയിക്കാവുന്ന ഭീകരമായ അനർത്ഥങ്ങളായി തീരാവുന്നതാണ്. അങ്ങനെയെല്ലാം ലോകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. കെണിയിൽ വീഴാതെ നാം സൂക്ഷിക്കണം. ചീത്ത കൂട്ടുകെട്ടിൽ പോകാതെ സൂക്ഷിക്കണം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സനാതന മൂല്യങ്ങൾ നാം കൈമുതലാക്കി വച്ചിരിക്കണം. ചില നന്മയുടെ മൂല്യങ്ങൾ, ചില മൂല്യവത്തായ ചില ആശയഗതികൾ, വിലപ്പെട്ടതായ ചില ആശയഗതികൾ നമ്മുടെ ജീവിതത്തിൽ നാം കൈമുതലാക്കി വച്ചിരിക്കണം. ഏതൊരു സാഹചര്യം വന്നാലും ഒരു തെറ്റായ കാര്യത്തിന് എന്നെ കിട്ടുകയില്ല എന്നുള്ള കനത്ത നിർബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. കെണിയിൽ വീഴാതെ രക്ഷപ്പെടാൻ പറ്റും. തെറ്റായ ഒരു ദിശയിലേക്ക്, തെറ്റായ ഒരു കാര്യത്തിലേക്ക് ഒരു കാരണവശാലും ഞാൻ നീങ്ങുകയില്ല. എത്രമാത്രം ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി, എത്രമാത്രം സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി, തെറ്റായൊരു കാര്യത്തിലേക്ക് എന്നെ കിട്ടുകയില്ല എന്നുള്ള ഒരു കാതലായ നിർബന്ധം നമ്മുടെ ഹൃദയത്തിൽ പുലർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് വിജയിക്കാം. നമ്മുടെ ജീവിത വിജയം നമുക്ക് കരഗതമാക്കാം. സാധിക്കും. ഇത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന അനേകം പേർക്ക് അങ്ങനെ ചില നിർബന്ധങ്ങളുണ്ട്, നല്ലത്. അതുകൊണ്ട് അവർ ജയിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്, അവർ കരകയറി പോകുന്നുണ്ട്. എന്നാൽ അനേകം ആളുകളും ഇന്ന് പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ്. പിശാച് ചിലരെ കെണിയിലാക്കിയിരിക്കുകയാണ്, ബോധം മറച്ചു വെച്ചിരിക്കുകയാണ്, ബോധം മറച്ച് കളഞ്ഞിരിക്കുകയാണ്. സുബോധം നഷ്ടപ്പെട്ടതുപോലെ എനിക്കെന്താണ് അങ്ങനെ തോന്നിയത് എന്ന് നമുക്ക് പിന്നെ ചിന്തിക്കും. എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയി, എന്തിന് ഞാനങ്ങനെ പറഞ്ഞു പോയി, അയ്യോ എനിക്കെന്താ അങ്ങനെ തോന്നിയത്, ഞാൻ എന്തിനാണ് അവിടെ പോയത്, ഞാൻ എന്തിനാണ് അയാളോട് മിണ്ടിയത്, ഞാൻ എന്തിനവിടെ പോയി നിന്നു.
നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന്. അല്പം വിവേകം ഉണ്ടെങ്കിൽ, വിവേകത്തിൻ്റെ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ വിവേകം പോലും പോകും, മനസാക്ഷി മരവിക്കും. തിന്മയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. തിന്മ ചെയ്ത് അതിൽ പരിശീലിച്ച് വരുംതോറും മനസാക്ഷി മരവിച്ച് വരും. പിന്നെ മനസാക്ഷി കുത്തില്ല. തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉള്ളതുപോലുള്ളതായ വേദനയുടെ തീവ്രത ഉണ്ടായിരിക്കുകയില്ല. ആദ്യം തെറ്റ് വന്നല്ലോ എന്നുള്ള തീവ്രമായ വേദനയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ തീവ്രത കുറഞ്ഞു വരും, വേദന കുറഞ്ഞു വരും. അപ്പോൾ മനസാക്ഷി മരവിച്ച് വരികയാണ്. മനസാക്ഷി നമ്മുടെ തിന്മയോട് ഒത്തിണങ്ങിപ്പോകാൻ തുടങ്ങും. സൂക്ഷിക്കണം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് എന്നെ ദൈവം വിടുവിക്കും. പിശാചിൻ്റെ കണിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. അരുതാത്തൊരു നോട്ടം, അരുതാത്തൊരു ചിന്ത, അരുതാത്തൊരു സംസാരം, അരുതാത്ത ഒരു കൂട്ടുകെട്ട്, ഇത് ഓരോന്നും വരുമ്പോൾ എൻ്റെ കർത്താവേ, വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പിശാചിൻ്റെ വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പിശാച് വലയിൽ എന്നെ കുരുക്കുന്നതിന് മുൻപ് നീ എന്നെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് മോചനം കിട്ടുന്നത്. കാരണം വിളിച്ചപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി നമ്മെ സ്പർശിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ മാസ്മരികമായ ശക്തി, സാധാരണ ശക്തിയല്ലത്, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഐന്ദ്രജാലികമായ ശക്തി നമ്മെ സ്പർശിക്കും, നമ്മെ ഉണർത്തും, നമ്മെ കാക്കും, നമ്മെ പരിപാലിക്കും, നമ്മെ സംരക്ഷിക്കും. നമ്മെ കർത്താവിൻ്റെ തിരുരക്തം വന്ന് ആവരണം ചെയ്ത് സംരക്ഷിക്കും. തിരുരക്തം വന്ന് നമ്മെ ആവരണം ചെയ്യും, നമ്മെ മൂടും. ദൈവത്തിന് സ്തോത്രം. അടുക്കുകയില്ല, പാപം നമ്മൾ അടുക്കുകയില്ല, പാപത്തിൻ്റെ അധിപതിയായ പിശാച് നമ്മൾ എടുക്കുകയില്ല. സാത്താൻ്റെ കെണി, എന്നാൽ സാത്താൻ്റെ കെണി അത് പിശാച് ഉപയോഗിക്കുന്ന മാർഗമാണ് ഈ പാവം എന്ന് പറയുന്നത്. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം വഴുതിപ്പോന്നു, തെന്നിപ്പോന്നു. സംഗീതക്കാരൻ പറയുകയാണ്. ദാവീദിന് അനേക അനുഭവങ്ങളുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുള്ള ആളാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള ആളാണ്. അതാണ് പാപത്തിന് കെണിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിത്രം. ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കാം. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ പിശാച് ഒരു കെണി വയ്ക്കുകയാണ്. അത് നോട്ടത്തിൽ കൂടിയാണ് ആ കെണി വന്ന് ദാവീദിനെ പിടികൂടിയത്. ദാവീദ് രാജാവാണ്, ദാവീദ് അധികാരമുള്ള രാജാവാണ്, ദാവീദ് പരാക്രമമുള്ള രാജാവാണ്, ദാവീദ് ശക്തനായ രാജാവാണ്, ദാവീദ് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണമുള്ള രാജാവാണ്, ദൈവം വളർത്തിക്കൊണ്ടുവന്ന രാജാവാണ്. നിത്യനായ ദൈവം ദാവീദിനെ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഒരു കാലിച്ചെറുക്കനെന്ന് പറയാവുന്ന രീതിയിൽ ആടുകളുടെ പുറകെ നടന്ന് സാധുവായ ഇടയ ബാലൻ, ആ ഇടയുവാവ്, അവൻ എത്ര പെട്ടെന്നാണ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേറിയത്, എത്ര പെട്ടെന്നാണ് രാജധാനിയിൽ എത്തിയത്, എത്ര പെട്ടെന്നാണ് ആടിന് നോക്കാനുള്ള വെറും ചെറിയ കോൽ പിടിച്ചിരുന്ന കയ്യിൽ രാജകീയമായ പൊൻചങ്കോൽ പിടിച്ചത്, എത്ര പെട്ടെന്നാണ് അവൻ ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് വന്ന് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ കയറി ഇരുന്നത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹമാണ് ദാവീദിനറിയാം. ആ നന്ദി ദാവീദിനുണ്ടായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ആ നന്ദി ഉള്ളതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നെ ഉയർത്തിയ ദൈവമാണെന്ന് ദാവീദിനറിയാമായിരുന്നു. എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ച ദൈവമാണെന്ന് ദാവീദിനറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ദാവീദ് പറയുന്നത്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. താഴ്ചയിൽ ദൈവം എന്നെ ഓർത്തു എന്ന് ദാവീദിനറിയാം. ദാവീദിന് ദൈവത്തോട് നന്ദിയുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ബലഹീന നിമിഷത്തിൽ പാപത്തിൻ്റെ വശീകരണം കൊണ്ട്, പാപത്തിൻ്റെ പ്രലോഭനം കൊണ്ട് സാത്താൻ ദാവീദിനെ കെണിയിൽ ചാടിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്.
വളരെ കൃത്യമായ തീരുമാനമായിരുന്നു. 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് തീരുമാനം ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിച്ചു വരെയും കൃത്യസമയത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ നിഷ്ഠയുണ്ടായിരുന്നു. ഒരു ദൈവവേദനയിൽ വേണ്ടതാണത്, പ്രാർത്ഥനയുടെ നിഷ്ഠ. പ്രാർത്ഥനയ്ക്കൊരു നിഷ്ഠ വേണം. ഈ തിരുവചനം പാരായണം ചെയ്യുന്നതിന്, തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിന് നിഷ്ഠ വേണം. കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിന് ഒരു നിഷ്ഠ വേണം. ആത്മീയമായ കാര്യങ്ങളിൽ പങ്കാളിയാകുന്നതിന് നിഷ്ഠ വേണം. ജീവിതത്തിൽ ചില നിഷ്ഠകൾ വേണം നമുക്ക്. അങ്ങനെയുള്ളവരാണ് വളരുന്നത്, അങ്ങനെയുള്ളവരാണ് ഉയരുന്നത്. നിഷ്ഠയുള്ള ജീവിതം. എബ്രഹാം ലിങ്കണെക്കുറിച്ച് പറയും, എബ്രഹാം ലിങ്കൺ ജീവിത നിഷ്ഠയുള്ള ഒരാളായിരുന്നു. വഴിവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് വായിച്ച് പഠിച്ച ഒരു ദരിദ്ര ബാലനായിരുന്നു എബ്രഹാം ലിങ്കൺ. കെൻറ്റുക്കിയിലെ കാട്ടിൽ നിന്ന് വിറക് വെട്ടിക്കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് ഉപജീവനം കഴിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ എന്നാൽ ചില നിഷ്ഠകളുണ്ടായിരുന്നു ജീവിതത്തിൽ, ചില വ്യക്തമായ നിഷ്ഠകൾ. ഒരിക്കലും പിന്മാറുകയില്ല എന്നുള്ള നിഷ്ഠ, ഒരിക്കലും തോറ്റ് പുറകോട്ട് പോവുകയില്ല എന്നുള്ള നിഷ്ഠ, ഞാൻ തോറ്റ് കൊടുക്കുകയില്ല എന്നുള്ള നിഷ്ഠ. ഓരോ പ്രാവശ്യവും എബ്രഹാം ലിങ്കൺ തോൽവി അടഞ്ഞുകൊണ്ടിരുന്നു. എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ തോൽവികൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ തോൽവിയെല്ലാം വരുമ്പോൾ എബ്രഹാം ലിങ്കൺ ധീരതയോടെ മുന്നേറിക്കൊണ്ടിരുന്നു, മടുത്തില്ല. ജീവിതത്തിലെ നിഷ്ഠ. ദാവീദിന് നിഷ്ഠയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് നാം കാണുന്നത്? ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അതുവരെ പകല് നല്ല ഉറക്കമാണ്, അലസതയെ കാണിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ പിശാച് ദാവീദിനെ പിടികൂടുവാനും കെണിയിൽ വീഴിക്കുവാനും പിശാചിന് കിട്ടിയതായ ഒരു മാർഗം ദാവീദിൻ്റെ അലസതയാണ്. അലസത വരുമ്പോൾ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. എവിടെ അലസത വരുന്നു, ശത്രു പിശാച് അവിടെ കയറി വരും. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, നിങ്ങൾ കേട്ട് കാണും, ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഇസ് ദ വർക്ക്ഷോപ്പ് ഓഫ് ഡെവിൾ. ഒരു മടിയൻ്റെ ഹൃദയം, മടിയൻ്റെ ബുദ്ധി പിശാചിൻ്റെ പണിപ്പുരയാണ്. ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഇസ് ദ വർക്ക്ഷോപ്പ് ഓഫ് ഡെവിൾ. ഒരു മടിയൻ്റെ മനസ്സ്, ബുദ്ധി പിശാചിൻ്റെ പണിപ്പുരയാണ്. എവിടെ അലസത വരുന്നു, എവിടെ മടി വരുന്നു? കുട്ടികൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് തന്നെ പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് നാളെ എളുപ്പമായി പഠിച്ച് മുന്നോട്ട് പോകാം. പലപ്പോഴും പല കുട്ടികളും അലസരാണ്. നേരെ മറിച്ച് ആ ക്രമാനുഗതമായി പഠിച്ചു വരികയാണെങ്കിൽ, അതാത് ദിവസം തന്നെ പഠിച്ചു വരികയാണെങ്കിൽ ലളിതമായിരിക്കും, എളുപ്പമായിരിക്കും, വളരെ സുഖകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ക്രമാനുഗതമായി പഠിക്കണം. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഒരു ചിട്ടപ്പെട്ട ഒരു പഠന സമ്പ്രദായം നമുക്ക് വേണം. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും വേണം ഒരു ചിട്ട. ദാവീദ് അലസനായിപ്പോയി. ദാവീദ് പകൽ കിടന്ന് ഉറക്കമായി. ദാവീദിൻ്റെ സൈന്യവും ദാവീദിൻ്റെ സേനാനായകന്മാരും എല്ലാം യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിനോട് അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ദാവീദ് ഒരുത്തൻ മാത്രം കൊട്ടാരത്തിൽ സുഖമായി കിടന്നുറങ്ങുന്നു. അങ്ങനെയല്ലായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ദാവീദിൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യക്തമായും യുദ്ധക്കളത്തിൽ എന്നും എത്തുകയും സൈന്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നൊരു പരിശീലനവും പതിവും ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കളഞ്ഞു കുളിച്ചു. സന്ധ്യാകാറായ സമയത്ത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരുന്നു. സന്ധ്യയായല്ലോ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പോരെ? സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് പോയാൽ മതിയല്ലോ. ദാവീദിൻ്റെ പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ. ദാവീദ് തീരുമാനമെടുത്ത ആളാണ്. സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പോകേണ്ട സമയത്ത് അലസനായി മട്ടുപ്പാവ് വിലാവേണ്ടത് കാര്യമില്ല. സമയം തെറ്റിച്ചത് അപകടമായി. തുടങ്ങുന്നത് ചെറിയൊരു കാര്യത്തിലാണ്, പക്ഷേ പിന്നിൽ ഒരു ദുഷ്ടപിശാച് കെണി വെച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ദൈവദാസനെ വീഴിക്കുവാൻ സാത്താൻ കെണി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓർക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരമെന്നും കരുതുന്ന ചില കാര്യങ്ങളിലാണ് പിശാച് ആദ്യം നമ്മെ പിടികൂടുന്നത്. അവൻ നമ്മെ കെണിയിലാക്കാൻ ഇങ്ങനെ തന്ത്രപൂർവ്വം അങ്ങനെ വശീകരിച്ച് കൊണ്ടുവരികയാണ്. എന്തുണ്ടായി? അടുത്ത വാക്യം. രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. കണ്ട ഉടനെ കണ്ടു, ശരി, അവിടെ
ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. രണ്ടാമത്തെ നോട്ടത്തിലാണ് തെറ്റ് വരുന്നത്. കാണാൻ വേണ്ടി നോക്കുമ്പോഴാണ് തെറ്റ്. കണ്ടുപോയി, മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എതിർച്ചയ അങ്ങ് അപ്പുറം വയലിലേക്ക് നോക്കി, അവിടെ ഒരു കുളം. ശരി, ഉടനെ തന്നെ വേഗം കണ്ണ് മാറ്റേണ്ടതായിരുന്നു, ഉടനെ അവിടെ നിന്ന് മാറേണ്ടതായിരുന്നു, പിന്നെ അവിടെ നിൽക്കരുതായിരുന്നു. വേഗം ഓടി പ്രാർത്ഥനാ മുറിയിൽ കയറി, സന്ധ്യാസമയത്ത് പ്രാർത്ഥനയുടെ സമയമാണല്ലോ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നേരമില്ല, അകത്ത് കിടക്കേണ്ടതായിരുന്നു. അവിടെ സൂക്ഷ്മത കുറഞ്ഞു പോയി, അവിടെ കരുതലില്ലാതെ പോയി. സന്ധ്യാകാല സമയത്ത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. മാളികമേൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഒരു സ്ത്രീ അങ്ങ് കുളത്തിൽ കുളിക്കുന്നത് ദാവീദ് കണ്ടു. അടുത്ത വാക്യം. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിൻ്റെ മകളും ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. ദാവീദ് തുടർന്ന് അവൻ്റെ ചിന്തയിൽ മോഹം ഉദിച്ചു. ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും മോഹം ജ്വലിച്ചു. ആ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അവൾ ആരാണെന്ന് അന്വേഷിച്ചു. അവളുടെ അപ്പനാരാണെന്ന് മനസ്സിലായി, അവളുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലായി. ഒരു ഭർത്താവുള്ളൊരു സ്ത്രീ, ആ സ്ത്രീ അവൾ ദാവീദിൻ്റെ തന്നെ ഭൃത്യനായ ഊരിയാവിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായി. ദാവീദ് ഈ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാൻ പാടില്ലായിരുന്നു. പാപം പിന്നാലെ വരികയാണ്, പാപത്തിലേക്ക് വശീകരണം വരികയാണ്, തിന്മയിലേക്ക് വശീകരണം വരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനൊരു പോംവഴിയുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. രണ്ടാമത്തെ നോട്ടം പാവമുള്ളതാണ്. കാണാൻ വേണ്ടി നോക്കരുത്, കാണാൻ ആഗ്രഹിച്ച് നോക്കരുത്, കാണാൻ ആഗ്രഹിക്കരുത്. അവിടെയാണ് നാം സൂക്ഷിക്കേണ്ടത്. എന്നാൽ നേരെ മറിച്ച്, അയ്യോ ഞാൻ കണ്ടുപോയല്ലോ, അയ്യോ പാവം വന്നോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു, അവിടെ ബസ്സിൽ നല്ല തിരക്ക് പിടിച്ച ബസ്. ആ സമയത്ത് നിങ്ങളുടെ അരികത്ത് ഒരാളെ ചേർന്ന് ഒന്ന് മുട്ടി ഉരുമിപ്പോയി ഏതോ ഒരു സ്ത്രീ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ മുട്ടിയുരുമി പോകാൻ നിങ്ങൾ നിന്ന് കൊടുത്താൽ തെറ്റ്, നിങ്ങളുടെ ഹൃദയം ആഗ്രഹിച്ചാൽ തെറ്റ്. കാരണം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാവം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. മോഹമാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉദിക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു, പാവം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ചതാണ്, നാം പഠിച്ചതാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാവം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. തുടങ്ങുന്നത് മോഹത്തിലാണ്. ദാവീദ് നോട്ടത്തിൽ തെറ്റുപറ്റി, ചിന്തയിൽ തെറ്റുപറ്റി, പിന്നെ തുടർന്ന് അന്വേഷിക്കുന്നു, അവിടെ എല്ലാം തെറ്റുകൾ പറ്റി. ആ സ്ത്രീ ദാവീദിൻ്റെ ജീവിതത്തിൽ കളങ്കം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത കളങ്കത്തിന് കാരണമായി തീർന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ തിരുത്താനാവാത്തൊരു നഷ്ടത്തിന് കാരണമായി തീർന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്താനാവാത്ത നഷ്ടങ്ങൾ നിങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? പാപത്തിൻ്റെ കണിയിൽ വീണ് പോയിട്ടുണ്ടോ? അശുദ്ധിയുടെ കണിയിൽ വീണ് പോയിട്ടുണ്ടോ? അഴുക്കായ കാര്യങ്ങൾ നിങ്ങൾ വശംവദരായി തീർന്നു പോയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് ഓർത്തോർത്ത് ദുഃഖിക്കത്തക്കവണ്ണം, ഒരുപക്ഷെ ലജ്ജാകരമായി നിങ്ങൾക്ക് തോന്നത്തക്കവണ്ണമുള്ളതായ ഏതെങ്കിലും കെണികൾ നിങ്ങൾ വീണ് പോയിട്ടുണ്ടോ? ഏതെങ്കിലും തിന്മകൾ നിങ്ങൾ വീണ് പോയിട്ടുണ്ടോ? പണാപഹരണങ്ങളാകാം, മോഷണമാകാം, കവർച്ചയാകാം, അല്ലെങ്കിൽ ആരെയെങ്കിലും പരിഹസിച്ചതാകാം, ആരെയെങ്കിലും ഉപദ്രവിച്ചതാകാം, ആർക്കെങ്കിലും നഷ്ടം വരുത്തിയതാകാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കളോട് ആദരവില്ലാതെ പെരുമാറിയതാകാം, മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നതാകാം, നിങ്ങളുടെ പഠിത്തം നിങ്ങൾ ഉഴപ്പിയതാകാം, നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ ആദരിക്കാതിരുന്നതാകാം, അധ്യാപകരെ പരിഹസിച്ചതാകാം. ഇതെല്ലാം നഷ്ടമാണ്, അതെല്ലാം നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നഷ്ടങ്ങളെല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം? നഷ്ടങ്ങളെല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം? അതിന് മാർഗമുണ്ട്. അതാണ് സന്തോഷകരമായ കാര്യം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ച്, എൻ്റെ കർത്താവേ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയല്ലോ, തിരുത്താൻ എനിക്ക് ആവില്ലല്ലോ, എന്നെക്കൊണ്ട് സാധിക്കുകയില്ലല്ലോ. കർത്താവേ, ഈ കനത്ത നഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. എൻ്റെ നാഥ, ഇപ്പോൾ നിൻ്റെ ആ തിരുവിലാവിൽ നൊഴിയ തിരുരക്തത്താൽ എന്നെ നീ ഒന്ന് കഴുകണമേ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയുന്നു കർത്താവേ, മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല. മേലിൽ എൻ്റെ ആയുസ്സിൽ ഞാൻ മനസ്സറിഞ്ഞൊരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ വരികയില്ല. കർത്താവേ, വന്നതെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ക്ഷമിച്ചു തരുന്ന ദൈവം. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കും.
വിശ്വസിക്കൂ. ഏതെല്ലാം തിന്മകൾ നിങ്ങൾ വിട്ടുപോയെങ്കിലും, ഏതെല്ലാം ശാപകരമായ കാര്യങ്ങൾ നിങ്ങൾ സംഭവിച്ചെങ്കിലും, ലജ്ജാകരമായ കാര്യങ്ങൾ നിങ്ങൾ കുടുങ്ങിയെങ്കിലും, പിശാചിൻ്റെ കടിയിൽ നിങ്ങൾ വീണെങ്കിലും, നിങ്ങൾ വിടുവിക്കുവാൻ ശക്തനായ ഒരു രക്ഷകനുണ്ട്. നിങ്ങൾക്ക് മോചനം തരാൻ കഴിവുള്ള ഒരു രക്ഷകനുണ്ട്. സർവ്വവല്ലഭനായ കർത്താവായ യേശുക്രിസ്തുവുണ്ട്. നിങ്ങളുടെ പാപം മോചിക്കാൻ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം മോചിക്കാൻ അതിനത്രേ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കൂ, ക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിക്കൂ. നാഥ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നാഥ, വന്നുപോയ പാപങ്ങളെല്ലാം എനിക്ക് ക്ഷമിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ, ഭാവി ക്രിസ്തുവിനെ ഏൽപ്പിക്കൂ. വന്നുപോയതെല്ലാം വേദനയോടെ, കുറ്റബോധത്തോടെ, അനുതാപത്തോടെ ഏറ്റുപറയൂ. ഇനിമേൽ പുതിയ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്യൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്ഷമിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴുകുന്ന തിരുരക്തത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട് എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.